2024 ലോഗോസ് ബൈബിൾ ക്വിസ് എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹെസത്ത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് ബൈബിൾ വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, ഈശോടൊപ്പമായിരിക്കുക. ഇന്ന് നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11ഉം 12ഉം അധ്യായങ്ങളാണ്. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് യേശുവിനോട് പറഞ്ഞതെന്താണ്? ഉത്തരം: കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഒരുവൻ തൻ്റെ സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന് വായ്പ ചോദിച്ചത് എത്ര അപ്പമാണ്? ഉത്തരം: 3 അപ്പം. പിതാവ് മകൻ മീൻ ചോദിച്ചാൽ പകരം എന്തു കൊടുക്കുമോ എന്നാണ് യേശു പറഞ്ഞത്. ഉത്തരം: പാമ്പിനെ. മുട്ട ചോദിച്ചാൽ പകരം പിതാവ് മകന് എന്തു കൊടുക്കുമോ എന്നാണ് യേശു പറയുന്നത്. ഉത്തരം: തേളിനെ. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എന്ത് നൽകും എന്നാണ് യേശു പറഞ്ഞത്. ഉത്തരം: പരിശുദ്ധാത്മാവിനെ. എങ്ങനെയുള്ള പിശാചിനെ ബഹിഷ്കരിച്ചപ്പോഴാണ് ഊമൻ സംസാരിച്ചത്? ഉത്തരം: ഊമനായ പിശാചിനെ. പിശാചുക്കളുടെ തലവൻ്റെ പേരെന്താണ്? ഉത്തരം: ബേൽസെബൂൾ. അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കുന്നത് എപ്പോൾ? ഉത്തരം: ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ. എന്നോട് കൂടെയല്ലാത്തവൻ എന്തായിരിക്കും എന്നാണ് യേശു പറഞ്ഞത്. ഉത്തരം: എനിക്ക് എതിരാണ്. ചിതറിച്ചു കളയുന്നത് ആരെയാണ്? ഉത്തരം: എന്നോട് കൂടെ ശേഖരിക്കാത്തവനെ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ ആശ്വാസം തേടി എവിടെയാണ് അലഞ്ഞു നടക്കുന്നത്? ഉത്തരം: വരണ്ട സ്ഥലങ്ങളിലൂടെ. തിരിച്ചു വന്ന അശുദ്ധാത്മാവ് തന്നേക്കാൾ ദുഷ്ടരായ എത്ര അശുദ്ധാത്മാക്കളെയാണ് കൊണ്ടുവന്നത്? ഉത്തരം: 7. ഒരു സ്ത്രീ ജനക്കൂട്ടത്തിൽ നിന്ന് ഉച്ചത്തിൽ യേശുവിനോട് വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം: നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. കൂടുതൽ ഭാഗ്യമുള്ളവർ ആരാണെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ. ആര് അടയാളം അന്വേഷിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ഈ ദുഷിച്ച തലമുറ. യോന ആർക്കായിരുന്നു അടയാളമായി മാറിയത്? ഉത്തരം: നിനവേക്കാർക്ക്. വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടും എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: ദക്ഷിണദേശത്തെ രാജ്ഞിയെക്കുറിച്ച്. യോനായുടെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ചത് ആരെല്ലാം? ഉത്തരം: നിനവേ നിവാസികൾ. എന്താണ് ശരീരത്തിൻ്റെ വിളക്ക്? ഉത്തരം: കണ്ണ്. കണ്ണ് ദുഷിച്ചതാണെങ്കിൽ എന്ത് സംഭവിക്കും? ഉത്തരം: ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. ശരീരം മുഴുവൻ പ്രകാശിക്കുന്നത് എപ്പോൾ? ഉത്തരം: കണ്ണ് കുറ്റമറ്റതാകുമ്പോൾ. ഒരു ഫരിസേയൻ
യേശുവിനെ ക്ഷണിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം: ഭക്ഷണം കഴിക്കാൻ. ഫരിസേയൻ അത്ഭുതപ്പെട്ടത് എന്തിന്? ഉത്തരം: യേശു ഭക്ഷണത്തിന് മുൻപ് കൈ കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെപ്പറ്റി. എപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കുമെന്ന് യേശു ഫരിസേയനോട് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുമ്പോൾ. നിങ്ങൾ എന്തിൻ്റെയെല്ലാം ദശാംശം കൊടുക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും. നിങ്ങൾ എന്തിനെ അവഗണിച്ചു എന്നാണ് യേശു ഫരിസേയനോട് പറഞ്ഞത്? ഉത്തരം: ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും. കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ഫരിസേയരോട്. താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിവയ്ക്കുന്നവരായി യേശു പറഞ്ഞത് ആരെപ്പറ്റിയാണ്? ഉത്തരം: നിയമജ്ഞരെ. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വച്ച് കൊല്ലപ്പെട്ടത് ആരാണ്? ഉത്തരം: സക്കറിയ. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആരാണ്? ഉത്തരം: നിയമജ്ഞർ. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം എത്ര ജനങ്ങൾ തിങ്ങിക്കൂടി എന്നാണ് വിശുദ്ധ ലൂക്ക 11:1 പറയുന്നത്? ഉത്തരം: ആയിരക്കണക്കിന് ജനങ്ങൾ. ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ആരോടാണ് യേശു പറഞ്ഞത്? ഉത്തരം: ശിഷ്യരോട്. എവിടെ പറഞ്ഞ കാര്യങ്ങളാണ് പുരമുകളിൽ പ്രഘോഷിക്കപ്പെടുന്നത്? ഉത്തരം: വീട്ടിൽ സ്വകാര്യ മുറിയിൽ വച്ച് ചെവിയിൽ പറഞ്ഞത്. നിങ്ങൾ ആരെ ഭയപ്പെടരുത് എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം: ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ. ആരെ ഭയപ്പെടണമെന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്? ഉത്തരം: നരകത്തിലേക്ക് നിങ്ങളെ തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നത് ആരാണെന്നാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ പറയുന്നത്? ഉത്തരം: 5 കുരുവികൾ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എവിടെ മനുഷ്യപുത്രനും ഏറ്റുപറയും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ. ആർക്കെതിരായി ദൂഷണം പറയുന്നവനോടാണ് ക്ഷമിക്കപ്പെടാത്തത്? ഉത്തരം: പരിശുദ്ധാത്മാവിനെതിരായി. മനുഷ്യജീവിതം എന്തുകൊണ്ട് ധന്യമാകില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: സമ്പത്ത് കൊണ്ട്. അവൻ്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഉത്തരം: സോളമനെ. എന്തു കരുതി വയ്ക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? ഉത്തരം: പഴകിപ്പോകാത്ത പണസഞ്ചികൾ. എങ്ങനെ കാണുന്ന ഭൃത്യന്മാരാണ് ഭാഗ്യവാന്മാർ? ഉത്തരം: യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ. എങ്ങനെ കാണുന്ന ഭൃത്യന്മാരാണ് ഭാഗ്യവാന്മാർ? ഉത്തരം: യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണുന്ന ഭൃത്യൻ. ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കും എന്നാണ് യേശു പറഞ്ഞത്?
ഉത്തരം 5. തെക്കൻ കാറ്റടിക്കുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം അത്യുഷ്ണം ഉണ്ടാകുമെന്ന്. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം എന്ത് ചെയ്തിരുന്നുവെങ്കിൽ? ഉത്തരം കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ. വിശുദ്ധ ലൂക്ക 12:40 പറയുന്നതനുസരിച്ച് പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന വ്യക്തി ആരാണ്? ഉത്തരം മനുഷ്യപുത്രൻ. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ ആര് പ്രസാദിച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം പിതാവ്. ലഘുവായി പ്രഹരിക്കപ്പെടുന്നവൻ എങ്ങനെയുള്ള തെറ്റു ചെയ്തവനാണ്? ഉത്തരം അറിയാതെ ശിക്ഷാർഹമായ തെറ്റു ചെയ്തവൻ. യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയത് ആരാണ്? ഉത്തരം യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതിയ ഭൃത്യൻ. നിങ്ങൾ എവിടെ നിന്ന് അകന്നിരിക്കണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും.